സ്റ്റിൽ യെറ്റ് ആൾറെഡി എന്നിവ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാം. വെൽക്കം ടു എ ന്യൂ ലെസൺ. ഡെയിലി ലൈഫിൽ നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇവയുടെ ഉപയോഗവും വ്യത്യാസവും കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂടുതൽ സാമ്യം തോന്നുന്നത് യെറ്റ്, സ്റ്റില്ല് എന്നിവയുടെ ഉപയോഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ ഉപയോഗവും വ്യത്യാസവും നമുക്ക് ആദ്യം മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. കൂടുതൽ ഗ്രാമറോ അല്ലെങ്കിൽ കൺഫ്യൂഷനോ ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ടത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഇനിയും എന്ന അർത്ഥത്തിലാണ് ഇവ രണ്ടും ഉപയോഗിക്കുന്നത്. ഇവിടെ രണ്ട് സെൻറ്റൻസുകൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. മഴ ഇനിയും പെയ്തിട്ടില്ല, മഴ ഇനിയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യ സെൻറ്റൻസ് പരിശോധിക്കുക. മഴ ഇനിയും പെയ്തിട്ടില്ല എന്ന് വെച്ചാൽ മഴ പെയ്തിട്ടില്ല, പക്ഷേ മഴ പെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ചെറിയ കാറ്റും മഴക്കാറും ഒക്കെ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇപ്പോഴും മഴ പെയ്തിട്ടില്ല. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ്, മഴ ഇനിയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അരമണിക്കൂർ മുമ്പ് മഴ ആരംഭിച്ചു, ഇപ്പോഴും പെയ്യുകയാണ്. ഇനി ഇത് എപ്പോഴാണ് തീരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനും കഴിയുകയില്ല. ഇതാണ് രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം. അതായത് ഇപ്പോൾ നടക്കാത്തതും, അതായത് പ്രസൻറ്റിൽ സംഭവിക്കാത്തതും ഭാവിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാനാണ് യെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മഴ ഇനിയും പെയ്തിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഹാസ് നോട്ട് റെയിൻഡ് യെറ്റ് എന്ന് പറയണം. ഇനി പാസ്റ്റിൽ തുടങ്ങി പ്രസൻറ്റിൽ തുടരുകയും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ തുടരുകയോ അല്ലെങ്കിൽ അവസാനിക്കുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റില്ലാണ്. അപ്പോൾ രണ്ടാമത്തെ ഉദാഹരണമായ മഴ ഇപ്പോഴും അല്ലെങ്കിൽ ഇനിയും പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ് എന്ന് പറയണം. ഇതാണ് സ്റ്റില്ലും യെറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. സാധാരണ യെറ്റ് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസുകളിലും അതുപോലെ തന്നെ ക്വസ്റ്റ്യനുകളിലും നെഗറ്റീവ് സെൻറ്റൻസുകളിലും ആണ്. അതുപോലെ തന്നെ യെറ്റ് സാധാരണ പ്ലേസ് ചെയ്യുന്നത് സെൻറ്റൻസിൻ്റെ അവസാന ഭാഗത്താണ്. എന്നാൽ സ്റ്റിൽ ഉപയോഗിക്കേണ്ടത് സെൻറ്റൻസിലെ മെയിൻ വെർബിന് തൊട്ടു മുൻപിലാണ്. ഇനി ഞാൻ എൻ്റെ പണം ചെലവഴിച്ചിട്ടുണ്ട് എങ്ങനെ പറയാൻ കഴിയും? ഐ ഹാവ് സ്പെൻഡ് ഓൾ മൈ മണി. ഇനി നമുക്കിത് അല്പം കൂടി എംഫസൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ഊന്നി പറയണമെങ്കിൽ നമുക്കിത് എങ്ങനെ പറയാൻ കഴിയും? അതായത് ഞാൻ എൻ്റെ എല്ലാ പണവും ഇതിനകം ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ കഴിയും? ഐ ഹാവ് ഓൾറെഡി സ്പെൻഡ് ഓൾ മൈ മണി. വളരെ ഈസിയാണ്. അതായത് സംഭവിച്ച് കഴിഞ്ഞ ഒരു കാര്യം, പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ സംഭവിച്ച് കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് ഓൾറെഡി ഉപയോഗിക്കുന്നത്. സാധാരണ ഓൾറെഡി ഉപയോഗിക്കുന്നത് സബ്ജക്റ്റിൻ്റെയും വെർബിൻ്റെയും മധ്യത്തിലായിട്ടാണ്. അപ്പോൾ ഇവയൊക്കെയാണ് യെറ്റ്, സ്റ്റില്ല്, ഓൾറെഡി എന്നിവയുടെ ഉപയോഗവും വ്യത്യാസവും. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ അവയുടെ എല്ലാ സംശയവും മാറിക്കിട്ടും. ഹാവ് യു ഡാഷ് ഹാഡ് യുവർ ലഞ്ച്. ഇനി ഇത് ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്നാണെങ്കിലോ നിങ്ങളുടെ ഉച്ചഭക്ഷണം കഴിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നാണ്. ഇവിടെ കഴിഞ്ഞു പോയോ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ഏതാണ് എംഫസൈസ് ചെയ്ത് പറയാൻ ഉപയോഗിക്കുന്നത്? ഓൾറെഡി. അതായത് ഹാവ് യു ഓൾറെഡി ഹാഡ് യുവർ ലഞ്ച് എന്ന് ചോദിക്കണം. അതായത് നിങ്ങളുടെ ഉച്ചഭക്ഷണം ഇതിനകം കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടോ എന്നാണ്. നിങ്ങളുടെ സഹോദരൻ ഇപ്പോഴും വിദേശത്താണോ? എങ്ങനെ നമുക്കിത് പറയാൻ കഴിയും? ഈസ് യുവർ ബ്രദർ സ്റ്റിൽ അറ്റ് അബ്രോഡ്. നിങ്ങൾ ഇതുവരെ അത് ശരിയാക്കിയില്ലേ എങ്ങനെ ചോദിക്കും? ഹാവ് യു ഫിക്സഡ് ഇറ്റ് അറ്റ്. ഇപ്പോൾ ഒരു സംശയം തോന്നാം, ഇവിടെ ഒരു നോട്ട് ചേർക്കേണ്ടതില്ലേ എന്ന്. ഹാവിൻ യു ഫിക്സഡ് ഇറ്റ് അറ്റ് എന്നാണോ എന്ന്. നമ്മളൊരാളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങളിത് ശരിയാക്കിയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു 2 ദിവസം കഴിയുമ്പോൾ അത് ശരിയാക്കണം എന്ന രീതിയിൽ അദ്ദേഹം മറുപടിയും നൽകുന്നു. ഇനി 2-3 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും കാണുന്നു എന്ന് വിചാരിക്കുക. അപ്പോഴും അദ്ദേഹം അത് ശരിയാക്കിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ നമ്മൾ അല്പം അതിശയോക്തിയോടുകൂടി ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുവരെ അത് ശരിയാക്കിയില്ലേ എന്ന്. ആ അർത്ഥമാണ് ഹാവിൻ യു ഫിക്സഡ് ഇറ്റ് യെറ്റ് എന്ന് നോട്ട് ചേർത്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസമെന്ന് പ്രത്യേകം ഓർക്കുക. ഇനി മറ്റൊരു സെൻറ്റൻസ്, ഞങ്ങൾ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല എങ്ങനെ പറയും? വി ഹാവിൻറ്റ് മെറ്റ് യെറ്റ്. ഇവിടെ നമുക്കൊരു നോട്ട് ഉപയോഗിച്ചുകൊണ്ട് വേണം പറയാൻ. ഒരു സെൻറ്റൻസ് കൂടി, ഞാൻ ഇതിനകം ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഐ ഹാവ് ഓൾറെഡി റെഡ് ദാറ്റ് ബുക്ക്. കൂടുതൽ ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു, അതൊന്ന് പറയാൻ ശ്രമിക്കുക. അപ്പോൾ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അപ്പോൾ യെറ്റ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും സംഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം. എന്നാൽ ഓൾറെഡി ഉപയോഗിക്കുന്നത് സംഭവിച്ച് കഴിഞ്ഞ കാര്യം പറയാനാണ്. എന്നാൽ സ്റ്റിൽ ഉപയോഗിക്കുന്നത്
ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതായ ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.